വെറും 7 ദിവസം ഈ അമൽ നീ ചെയ്താൽ നിന്റെ സകലമായ ഉദ്ദേശം നിറവേറും. നിന്റെ സകല ഹലാലായ ആഗ്രഹം നിറവേറുന്ന ഒരു മുജറബായിട്ടുള്ള അമൽ. ധാരാളം ആളുകൾക്ക് അനുഭവമാണ് നിങ്ങൾ ഈ ഒരു അമൽ സ്വീകരിച്ചവർക്കെല്ലാം റിസൾട്ട് ലഭിച്ച ഒരു പവർ ആയിട്ടുള്ള അമലാണ്. വിവാഹം നടക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ചൊല്ലിയപ്പോൾ അനുയോജ്യമായ വിവാഹം നടന്ന സംഭവം. ഈ അമൽ കൊണ്ട് സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവർ സമ്മതം ചോദിച്ചിട്ടൊന്ന് സ്വീകരിക്കും, നിനക്ക് ഉത്തരം ഉറപ്പാണ്. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ സംബന്ധിച്ചാണ്. നിന്റെ ഏത് ഉദ്ദേശങ്ങളും നടക്കാൻ സഹായകരമാകുന്ന ഒരു അത്ഭുത അമൽ. വെറും 7 ദിവസം ഇശാ നിസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഈ അമൽ ചെയ്താൽ നിനക്ക് 7ാമത്തെ ദിവസം, അവസാനത്തെ ദിവസത്തുമ്പോഴേക്കും നിന്റെ ആ ഒരു ആഗ്രഹം, നിന്റെ ആ ഒരു ഉദ്ദേശം നടന്നു കിട്ടുക തന്നെ ചെയ്യും. ഇത് മഹാന്മാർ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ അമലാണ്. ഇത് മുജറബാണ്, അതായത് അനുഭവസ്ഥരുണ്ട്, ഉത്തരം കിട്ടിയവരുണ്ട്, റിസൾട്ട് ലഭിച്ചവരുണ്ട്. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടിയാണ് ഈ അമൽ നമ്മൾ ചെയ്യേണ്ടത്. ഓരോരോ അമൽ ചെയ്യുമ്പോഴും നമുക്കൊരു ആത്മാർത്ഥത വേണം, ഒരു ഇഖ്ലാസ് വേണം, ഒരു യഖീൻ വേണം, ഉറപ്പ് വേണം. എന്നാൽ നിന്റെ ആ ഒരു ആഗ്രഹം മനസ്സിൽ, ഒരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ അമൽ ചെയ്താൽ ആ ആഗ്രഹം നടന്നു കിട്ടും. അതിലൊരു സംശയമില്ല, അതിലൊരു തർക്കമില്ല. മുഅ്മിനീങ്ങളെ, തർക്കമില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട്, സ്വലാത്തിനെ കൊണ്ട്, ദിക്റിനെ കൊണ്ട് നിന്റെ ആഗ്രഹം നടക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. ഉടനെ നമുക്ക് അമലിലേക്ക് കടക്കാം. ഏതാണ് അമൽ? എങ്ങനെയാണ് ഈ അമൽ ചെയ്യേണ്ടത്? എത്ര എണ്ണത്തിലാണ് ചൊല്ലേണ്ടത്? സംശയമുള്ളവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിൽ കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങളെ ഒരു മജ്‌ലിസ്, തങ്ങളൊരു വീഡിയോ കാണാൻ ഇടയായി. ഞങ്ങൾ പറയുന്ന അത്തരം അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലിയ പൈശാചികമായിട്ടുള്ള പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. സിഹർ സംബന്ധമായ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് കാലങ്ങളായി. പോകാത്ത ഇടമില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, ചൊല്ലാത്ത കാര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമം, സങ്കടം പറയുന്നവർ തങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു. എവിടേക്കാണ് വരേണ്ടത്? ഏത് ദിവസമാണ് വരേണ്ടത്? ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുന്നത്? നിങ്ങൾ ധാരാളം ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മജ്‌ലിസിലും ഉണർത്തുക എന്ന് വെച്ചുകൊണ്ട് മാത്രമാണ് ബുക്കിംഗ് ചെയ്യാതെ വരുന്നവരുണ്ട്. അവർ വലിയ ബുദ്ധിമുട്ടാവണ്ട എന്ന നിലക്കാണ് ഇൻഷാ അല്ലാഹ് ഓരോരോ മജ്‌ലിസിലും നമ്മൾ ഉണർത്തുന്നത്. ഇൻഷാ അല്ലാഹ് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരാഴ്ച മുമ്പെങ്കിലും ഈ നമ്പറിൽ ബുക്ക് ചെയ്തു വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് ജീവിതത്തിൽ വലിയ ഉയർച്ച ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? നിങ്ങൾ ചെയ്യേണ്ടത് ഇശാ നിസ്കാരത്തിന് ശേഷം ഒരു വെള്ളിയാഴ്ച രാവിലെ തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച രാവാകുമ്പോഴേക്കും ഈ അമൽ അവസാനിപ്പിക്കും. ഇശാ നിസ്കാരത്തിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചൊല്ലണം. എന്താണ് ചൊല്ലേണ്ടത്? കുറച്ചുള്ളൂ. മുഅ്മിനീങ്ങളെ, കൂടുതലൊന്നുമില്ല, കൂടുതൽ ചൊല്ലി പറയാനൊന്നുമില്ല, കുറച്ച് ചൊല്ലാനുള്ളൂ. എന്താണ് നിങ്ങൾ ചൊല്ലേണ്ടത്? ഒരു 19 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 19 ബിസ്മിക്ക് വലിയ മഹത്തുണ്ട്. പല മജ്‌ലിസുകളിലായിട്ട് ബിസ്മിയുടെ മഹത്വം നമ്മൾ പറഞ്ഞതാണ്. 12,000 ബിസ്മി ചൊല്ലിയവർക്ക് ജോലി ലഭിച്ചവര്, ഉദ്ദേശങ്ങൾ നടന്നു കിട്ടിയവര്. ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് വെറും 19 പ്രാവശ്യം. മഹാന്മാർ പറയാണ്,
അവിടുത്തെ കിതാബുകളെ രേഖപ്പെടുത്തുകയാണ് 19 പ്രാവശ്യമാണ് ഈ ദിക്ർ എന്ന നിലക്ക് ഈ ബിസ്മി നിങ്ങൾ ചൊല്ലേണ്ടത്. ചില സഹോദരിമാർക്ക് തങ്ങളെ ഞങ്ങൾക്ക് അശുദ്ധിയുള്ള സമയത്ത് ഞങ്ങൾക്കിത് ചൊല്ലാൻ പറ്റുമോ, ഈ അമല് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളെ അശുദ്ധിയുള്ള സമയത്ത് ബിസ്മി ഒരു ദിക്റാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെറും ഒരു 19 പ്രാവശ്യം ചൊല്ല. പിന്നീട് ഒരു 132 പ്രാവശ്യം ബിസ്മിക്ക് ശേഷം നിങ്ങൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം. اللهم صل على سيدنا محمد وآله وسلم. اللهم صل على سيدنا محمد وآله وسلم. ഈ ഒരു സ്വലാത്ത് പവറായിട്ടുള്ള സ്വലാത്താണ്, പവർഫുൾ ആയിട്ടുള്ള സ്വലാത്താണ്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമേറിയ സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം. നിങ്ങൾ ചൊല്ലേണ്ടത് 132 പ്രാവശ്യം ചൊല്ലാം. ആത്മാർത്ഥമായിട്ട് മകന് ജോലിയില്ല, മകൻ CV അയച്ചിട്ടുണ്ട്, ഇതുവരെക്കും ജോലിക്ക് വിളിച്ചിട്ടില്ല. വിസിറ്റിങ്ങിന് പോയിട്ടുണ്ട്, ഇതുവരെ ജോലിയായിട്ടില്ല. അവന്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇതുവരെ ജോലിയായിട്ടില്ല. അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു 19 പ്രാവശ്യം ചൊല്ലണേ. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, നിങ്ങൾ ചൊല്ലണേ ഒരു 19 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നീട് നിങ്ങൾ ചൊല്ലണം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലിം ഒരു 132 പ്രാവശ്യം ചൊല്ല. അപ്പോഴൊക്കെ മകന്റെ ജോലി ഇങ്ങനെ മനസ്സിൽ കാണാ, ഭർത്താവിന്റെ ജോലിയാണെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കാണാ. നിങ്ങൾ ഏത് ആഗ്രഹമാണോ, നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, അത് നടന്നു കിട്ടണം, മകന്റെ വിവാഹകാര്യം നടന്നു കിട്ടണം, അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവരാ. നിങ്ങൾ കൊണ്ടുവന്നോ ബിസിനസ്സിലുള്ള വിജയം, അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നോ. നിങ്ങളുടെ കടങ്ങൾ വീടണം, അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നോ. ഒരു ഹൈറായൊരു ഭവനമാവണം, അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നോ. എന്താണ് എൻ്റെ ആഗ്രഹം, അത് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ദിവസം ഒരു ദിവസം പോലും മുറിയാതെ കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് 7 ദിവസം ഇത് ചെയ്താൽ, 7 ദിവസം ഇത് ചെയ്താൽ, അതായത് ഒരു വെള്ളിയാഴ്ച രാവിലെ തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ ഇശാഇന്റെ ശേഷം അല്ലാഹു ഖബൂലാക്കട്ടെ. നിങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ അമലിന്റെ പോരിശ കൊണ്ട്, ബിസ്മിയുടെ മഹത്വം കൊണ്ട്, സ്വലാത്തിന്റെ പോരിശ കൊണ്ട് അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന, ഇത് ഏറ്റെടുക്കാൻ തയ്യാറായ എല്ലാവരുടെയും എല്ലാ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണമല്ലോ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണമല്ലോ. മുറാദുകൾ നീ ഹാസിലാക്കണമല്ലോ. ഈ മജ്ലിസ് കാണുന്നവർ വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. ഈ മജ്ലിസ് കണ്ട ഉടനെ കണ്ടത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ അമലിന് അല്ലാഹുവേ അവർക്ക് നീ ഉത്തരം കൊടുക്കണമല്ലോ. ഈ അമലിന്റെ പോരിശ കൊണ്ട്, മഹത്വം കൊണ്ട് ഏറ്റെടുത്ത് എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണമല്ലോ. നീ ഉത്തരം കൊടുക്കണേ തമ്പുരാനെ. ധാരാളം അമലുകൾ പറഞ്ഞിട്ടുണ്ട് ഓരോരോ വിഷയങ്ങൾക്കായിട്ട്. പൈശാചികമായിട്ടുള്ള ഷെറുകൾ മാറാൻ, സിഹർ ബാത്തിലാവാൻ, അങ്ങനെ പറഞ്ഞ് ധാരാളം വിഷയങ്ങൾ, രോഗങ്ങൾ ശിഫയാവാൻ, കടങ്ങൾ വിടാൻ, ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നീങ്ങാൻ, ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ, അങ്ങനെ ധാരാളം അമലുകൾ സ്വീകരിക്കുന്നവരുണ്ട്. ഈ അമലിനെയും നിങ്ങൾക്ക് വലുതായിട്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. ഇഷ്ടായി എന്ന് അറിയിക്കുക. അതല്ല നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഒന്ന് ലൈക്ക് ചെയ്യാം, എന്നിട്ടൊരു കമന്റ് അൽഹംദുലില്ലാഹ്, ഞങ്ങളെ ഈ അമല് ഞങ്ങൾ സ്വീകരിക്കട്ടെ, ഞാൻ സ്വീകരിക്കട്ടെ എന്നൊരു സമ്മതം ചോദിക്കുക. എല്ലാവർക്കും ഇജാസത്തുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നാലൊരു സമ്മതം ചോദിക്കുക, ഒരു തബറുക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി. പിന്നീട് മറ്റുള്ള ആളുകളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് അവരും ചൊല്ലട്ടെ. ഫാത്തിമ ചൊല്ലട്ടെ, നബീസ ചൊല്ലട്ടെ, ഖദീജ ചൊല്ലട്ടെ, എന്നെ പോലെ പ്രയാസത്തിലാണ് അവൾ ചൊല്ലട്ടെ. മുഹമ്മദ് ചൊല്ലട്ടെ, അബൂബക്കർ ചൊല്ലട്ടെ, സിദ്ദീഖ് ചൊല്ലട്ടെ. അയച്ചു കൊടുക്കണം, നിങ്ങളെ അയച്ചു കൊടുക്കുക. നല്ല കാര്യല്ലേ? അവര് ബിസ്മി ചൊല്ലിയാൽ ഈ അമൽ അവര് സ്വീകരിച്ചാൽ ഖദീജയുടെ അക്കൗണ്ടിലേക്കാണ്. ഖദീജ അത് ചൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടാവും.
നഫീസ അല്ലെങ്കിൽ മുഹമ്മദ് ചൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പയാണ് അവര് ഫാത്തിമയിലേക്കും നഫീസയിലേക്കും എത്തിച്ചു കൊടുക്കുന്നത്. അവരിത് ചൊല്ലും. അതിന്റെ ഒരു കൂലി, അതിന്റെ ഒരു പ്രതിഫലം ആർക്കാണ്? ഇത് വിട്ടുകൊടുത്ത ആൾക്കാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? നല്ലൊരു അറിവിനല്ലേ നമ്മൾ പാട്ടുകൾ എത്ര ഷെയർ ചെയ്യണം അല്ലേ? റീൽസ് എത്ര ഷെയർ ചെയ്യണം? അതുപോലെ ഇത് ഷെയർ ചെയ്യും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ മജ്ലിസിനോടൊപ്പം ചേരാൻ, ഇതിന്റെ ഒരു ഭാഗമാവാൻ, ഇതിന്റെ ഒരു കുടുംബമായി ചേരാൻ, എൻ്റെ ഒരു കുടുംബമായി ചേരാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലാഹു കബൂലാക്കട്ടെ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.